ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്കിന്നൊരു കുഞ്ഞൊരു ഊണ് തയ്യാറാക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു ഊണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഊണ് തയ്യാറാക്കാം കേട്ടോ. മീൻ വന്നിട്ടുണ്ടേ, നല്ല സൂപ്പർ മീൻ വന്നിട്ടുണ്ട്. ആദ്യം ഇറങ്ങുന്നത് മീൻ മേടിക്കാൻ പൊന്നുമാണ് കേട്ടോ. മീൻ വന്ന ഉടനെ ചാടി ഓടി ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ അയലക്കുട്ടിയാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് വറുത്തെടുക്കാൻ മതി കേട്ടോ. മീൻ വറുക്കാൻ ആവശ്യത്തിനുള്ള അയല മീൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് മീനൊക്കെ വാങ്ങി അകത്ത് കൊണ്ടുപോയി നന്നായി കഴുകി നന്നായി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ബേക്കിൽ നിന്ന് പൊന്നു വന്നിട്ടുണ്ടേ. നല്ല ഭംഗിയായിട്ട് നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം. പൊന്നൂന് ഇപ്പോഴും കൊടുക്കൂല കേട്ടോ. ലാസ്റ്റ് മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ പൊന്നൂന് കൊടുക്കത്തുള്ളൂ. നമ്മുടെ മീനൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അഗസ്തിപ്പൂ, നല്ല നാടൻ അഗസ്തിപ്പൂ കിട്ടിയിട്ടുണ്ട്. അതും കഴുകി ഒന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടേ. നമുക്കൊരു സ്റ്റെയിനറിലോട്ട് ചോറ് ഊറ്റി വയ്ക്കാം. ഞാനിവിടെ പയർ തോരൻ വയ്ക്കുന്നുണ്ട്. പയർ തോരൻ വയ്ക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ 2 കുഞ്ഞ് വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ രാവിലെ കുക്കറിലൊന്ന് വേവിച്ചെടുത്ത പയറും കൂടി ചേർത്തൊന്ന് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പയറിൽ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പയർ തോരത്തിന് ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പിടി തേങ്ങയിലോട്ട് ജീരകവും പച്ചമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നമുക്കിവിടെ മിക്സിയുടെ ജാറ് കഴുകി ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ആ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല ആവി വന്നതിന് ശേഷം നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു പയർ തോരനാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ പയർ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വരയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാമേ. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് അരപ്പ് നമ്മുടെ മീനിലോട്ടൊന്ന് പുരട്ടിയെടുക്കാം. നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അഗസ്തിപ്പൂ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അഗസ്തിപ്പൂ നന്നായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അഗസ്തിപ്പൂ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അഗസ്തിയിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അടച്ച് ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് നമുക്ക് വെളുത്തുള്ളി വേണ്ട കേട്ടോ, ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് ആവി കയറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഈ മുട്ടയും കൂടെ ഉടച്ച് ചേർക്കുമ്പോൾ നമ്മുടെ അഗസ്തി തോരൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. നന്നായി തന്നെ നമുക്കൊന്ന് ചിക്കി എടുക്കാം. ചിക്കി തോത്തി എടുക്കാം കേട്ടോ. നല്ല ഡ്രൈ ആക്കി തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി തോരനാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. മുട്ടയൊക്കെ നന്നായി ചിക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് മീൻ വറുത്തെടുക്കാം.
നമ്മുടെ മീൻ്റെ ഒരു സൈഡൊക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ്റെ ഒരു ഭാഗമൊക്കെ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പപ്പടം വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ പപ്പടം വറുത്തെടുക്കുന്നുണ്ട്. പപ്പടവും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമ്മുടെ റൈസൊക്കെ ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചോറ് വിളമ്പിയെടുക്കാം. ചോറൊക്കെ വിളമ്പിയെടുത്തിട്ടുണ്ട്. നല്ല പയർ തോരനാണ്, നല്ല സൂപ്പർ തോരനാണ്, നല്ലൊരു മണമാണ് കേട്ടോ പയർ തോരൻ. അഗസ്തിപ്പൂ ചിക്കിയതും എടുക്കാം കേട്ടോ. മീൻ വറുത്തതും എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊന്നും മലക്കറി ഒന്നും മേടിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ ഉള്ളത് വെച്ചാണ് തോരനും അവിയലും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി മീൻകറി റെഡിയാക്കിയിട്ടുണ്ടേ. മീൻകറി എടുത്തിട്ടുണ്ട്. പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഊണാണേ, നല്ല നാടൻ ഊണാണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.